കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. ഇന്ന് ചേട്ടൻ ബീർ കഴിച്ചുകൊണ്ട് വരും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയും ചെയ്യും. ഒന്നാമത് ചേട്ടൻ പെർമിഷൻ ചോദിക്കുന്നത് അമ്മയടുത്താണ്. അച്ഛനെ കലിപ്പുണ്ടാക്കാനായിട്ട് ഡബിൾ റീസൺ കിട്ടിയല്ലോ. പിന്നെ ഈ കാര്യമൊക്കെ അച്ഛനോട് ചോദിക്കാൻ പറ്റൂ. ഇന്ന് പോടെ ഇടുന്നു. എന്നാൽ ഈ ചെക്കന് എന്താ പറ്റിയത്? ഞാനതാണ് ആലോചിക്കണത്. പുതിയ കൂട്ടുകാരുടെ ഗുണം വേറെ എന്ത്? കൂട്ടുകാരെ നാട്ടുകാരെന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് ഇരിക്കപ്പുറത്തില്ലേ? അങ്ങനെ ഇരിക്കപ്പുറത്തും മോന് വെള്ളമടിക്കാൻ പെർമിഷൻ കൊടുത്തേക്കല്ലേ? ഇതിപ്പോ എനിക്കാണല്ലോ തലവേന മൊത്തം. എന്റെ അച്ഛൻ എന്താ ഇത്ര ഓവർ ആവണേ? ഒരു ബിയറല്ലേ, അത് ചേട്ടൻ കുടിക്കണമെങ്കിൽ കുടിക്കട്ടെ. ഈ വെളിരാജ്യത്തൊക്കെ ബിയർ എന്ന് പറഞ്ഞാൽ നോർമൽ ഡ്രിങ്ക് ആണ്. പക്ഷെ നമുക്ക് നോർമൽ ഡ്രിങ്ക് അല്ല. അവരെ തള്ളായിരുന്നു അറിയാം. പടവലെ കുട്ടമ്പിള്ളരെ മോള്, അവന്റെ തന്ത നെയ്യാറ്റിങ്ങനെ മാവൻ തമ്പീരെ മോൻ. നമുക്കിത് നോർമൽ ഡ്രിങ്ക് അല്ല. ഇനി നിങ്ങൾ ഇതുപോലത്തെ നാട്ടുകാരെ അറിയിക്കും. അറിയിക്കണ്ടേ? അവൻ വെള്ളമടി ചടങ്ങ് നാട്ടുകാരെ വീട്ടുകാരെ അറിയിച്ചോളൂ. ഓ എന്റെ പൊന്നോ, ഇത്രയും പറയുന്ന ആള് കുടിച്ചൊന്നും ചില്ലറൊക്കെ അല്ല. എടി അത് ഞാൻ അതുപോലെയാണാവായി. അവിടെയാണ് പ്രശ്നം. അച്ഛനെ എന്തോടാ കാണിക്കാം, അച്ഛന്റെ മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? കൊള്ളാം. എന്നാലും നീ എന്നെ പെർമിഷൻ കൊടുത്തല്ലേ തരൂ? ഇത് ഞാൻ പെർമിഷൻ കൊടുത്തതാണോ? ഇതിപ്പോ അവൻ എന്നോട് ചോദിച്ചു, ഞാൻ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. ഇതിപ്പോ ഒന്ന് ചോദിക്കാനും പറ്റാത്ത അവസ്ഥയായിപ്പോല്ലേ? ഇനിയിപ്പൊ ചേട്ടൻ വെള്ളം ഒടിച്ചോണ്ട് വീട്ടിൽ വന്ന് അച്ഛനെ പോലെ അലമ്പുണ്ടാക്കുമെന്നാണ് എന്റെ പേര്. എടി ഞാൻ തന്നെ ഇവിടെ അലമ്പുണ്ടാക്കിയത്. അച്ഛനല്ലമ്പുണ്ടാക്കിയ കഥയൊന്നും ഇവിടെ പറയാൻ നിൽക്കണ്ട. എന്തായിരുന്നു ഇവിടെ കിടന്ന് പൂണ്ട് വിളയാടിക്കൊണ്ടിരുന്നത്? റോഡിലുള്ള മൃഗങ്ങളെയൊക്കെ വീട്ടിൽ പിടിച്ചിരുന്നിട്ട് മക്കളാണെന്നും പറഞ്ഞ് കൊഞ്ചിച്ച് അത് നിങ്ങൾക്ക് ഫുഡ് വാരി കൊടുക്കലേ, നാട്ടുകാരെ വീട്ടുകാരെ തെരുവിളിക്കലേ, എന്തൊക്കെ തെരുവ് നാടകമായിരുന്നു. അത് മാത്രോ, എത്ര ഓട്ടോക്കാരെ കൊടുത്ത സഹോദരങ്ങളാന്നും പറഞ്ഞിട്ട് എന്നിട്ട് അവസാനം അവരെ ചീത്ത പറഞ്ഞു കുടിക്കും. നമ്മുടെ പടവലത്തെ അമ്മൂടെ ബർത്ത്ഡേ എഴുതോടെ കുളവാക്കിയല്ലേ? ഞാനൊക്കെ എന്തോരം കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടല്ലേ. അച്ഛൻ അതുപോലെ വന്നാലേ ആദ്യം നിന്റെ അടുത്തോട് പാറമടേ ചാടും കുളിക്കാനാന്നും പറഞ്ഞോണ്ട്. ടെററാണോന്നാ? വെറും ടെററൊന്നല്ല, ഡബിള് ട്രിപ്പിള് ടെററാണിത്. അല്ല ഇതിപ്പോ അവൻ കുടിക്കാൻ പോണല്ലേ? ഞാൻ പണ്ടങ്ങാണ്ട് കുടിച്ചാണോ പ്രശ്നം? നിങ്ങളെല്ലാരും എന്തിനാണ് ചേട്ടൻ കുടിക്കണോന്ന് പറയണേ? ഇത്രയും പ്രായത്തിനിടയിൽ ഒരു കുപ്പി ബീർ കുടിച്ചോട്ടെ എന്നല്ലേ ചോദിച്ചോളൂ. അത് ഇത്ര വലിയ പ്രശ്നമാണോ? ആവശ്യമില്ല ഇടയ്ക്ക് ന്യായം പറയാൻ നിൽക്കല്ലേ കേട്ടാ. ഹായ് ഗായ്സ്, ഹൗ ഡു ഐ ലുക്ക്? അടിപൊളിയല്ലേ? നല്ല വേഷം ഇട്ടിട്ട് ചേട്ടത്തരം കാണിക്കായിരുന്നാ മതി. അച്ഛൻ എന്തോന്ന് വെച്ചാ പറയണത്? ഞാൻ ഒരു പൊതു തത്വം പറഞ്ഞല്ലേ. പോരാ കേശു, സോറി കേട്ടാ, നീ ചേട്ടനൊപ്പം പാർട്ടിക്ക് വരാൻ മാത്രം വളർന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ കുറച്ചുകൂടെ വളർത്തേണ്ട, എല്ലാ കാര്യത്തിലും കൊണ്ടുപോയിരിക്കും അല്ലേ? സംശയം ഉണ്ടോ? പോരാ. നീലുവിന്റെ മോൻ മുടിയൻ നശിച്ച് കുറച്ച് കഴിയുമ്പോൾ കേശു നശിക്കും. അതാണ് എന്റെ ധൈര്യം. ഒന്നുമില്ലടാ, മനസ്സിന് എന്തെന്നല്ലാത്തൊരു സുഖം, അതിങ്ങനെ ആസ്വദിച്ച് ഞാൻ നടക്കുകയാണ്. എന്റെ അച്ഛൻ ടെൻഷൻ അടിക്കാണ്ടിരിക്കും, ഒന്ന് സമാധാനപ്പെട്. അവനെ വിളിച്ചാ എവിടെ വെളിവില അടക്കായിരിക്കും. വെളിവൊക്കെ ഉണ്ട്. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ഇറങ്ങിന്ന് മാത്രം പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. വിളിച്ചപ്പോ ഇറങ്ങിന്ന് മാത്രം പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തെന്ന്. അവന്റെ തൊണ്ടേന്ന് ബിയർ ഇറങ്ങിന്ന് വിളിച്ചു പറഞ്ഞായിരിക്കും. എന്താണ് നോക്കണത്? കുറെ കട്ട നേരം എടുത്ത് പോയി വരുമ്പോ വാള് ഒക്കെ എടുത്ത് കൊടുക്കാം. വീട്ടാമ്പിള്ളാരാ മോള് വെള്ളം അടിക്കാൻ പെർമിഷൻ കൊടുത്തിട്ട് ഞാൻ നിൽക്കണ്ട. അവള് ഞാൻ വിചാരിച്ചു ഞാനവള് തൊലഞ്ഞു പോയെന്ന്. ഇപ്പൊ അല്ല, എൻ്റെ കൂടെ എൻ്റെ മക്കളും തൊലഞ്ഞു. ഒന്നും മിണ്ടാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, മുടി എവിടെ വെള്ളം ഓടിച്ചോണ്ട് വന്ന അതിൻ്റെ ടെൻഷനിൽ ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചോണ്ട് വന്നാ ആരും കുറ്റം പറയില്ലേ? അതോടെ അച്ഛനെയും മോനെ ഞാൻ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. അമ്മ, അച്ഛനും ചേട്ടനെ ഒരേ ലെവലിൽ കാണരുത് കേട്ടോ. അങ്ങനെ പറഞ്ഞു കൊടു. അച്ഛൻ അടിച്ചിട്ട് ഒന്നുണ്ടല്ലോ, ലോ ലെവലാണ്. നീ അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞത് അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണത്. അച്ഛാ, ഇനിയിപ്പോ മുടിയൻ ചേട്ടൻ വരുമ്പോഴത്തേക്കും കഴിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആ കഴിച്ച ദേശത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പറയോ ചെയ്യോ ചെയ്താലോ? അവൻ പറയും അവൻ എൻ്റെ മോനല്ലേ, അവൻ കഴിച്ചിട്ട് വരും, ഞാൻ വല്ലതും പറയാം, അവനെ കുടിച്ചെടുത്തിടിക്കും. അതാണ് സംഭവിക്കാൻ പോണത്. ചുമ്മാ വായുതൊന്നും വിളിച്ച് പറയല്ലേ. ഞാൻ ഇത് അറിഞ്ഞപ്പോ തന്നെ അങ്ങ് കുഴിപ്പുളത്ത് പോയാൽ മതിയായിരുന്നു. അയ്യോ, ചേച്ചി മാത്രമല്ല,
ഈ പോക്കാണെങ്കിൽ മിക്കവാറും ഇവിടെ പലരും കുഴിപ്പള്ളത്തും പടുവലത്തൊക്കെ പോയി തന്നെ നിൽക്കേണ്ട വരും. ഇതാണ് പറഞ്ഞത്, മാമു കണ്ടും മക്കളെ കണ്ടും കൊതിക്കരുത്. അവള് പെർമിഷൻ കൊടുത്ത് നിൽക്കുന്നത് ഇപ്പോട്ടാ കള്ളി. കാല് നിലത്തുറക്കിലുണ്ടോ നോക്കൂ മക്കളെ. ഉണ്ടായിരുന്നു അവിടുന്ന്. പൊളിച്ച് മക്കളെ, പൊളിച്ചെന്ന് വേറെ ലെവലായിരുന്നു. അമ്മ ഞാൻ ഇന്ന് സ്റ്റാർ ആയി സ്റ്റാർ. ഞാൻ അമ്മ ഞാൻ എന്നല്ല നീ എം ഡിനെ കണ്ട് എമ്മിടപ്പോ ഡാൻസ് കളിച്ച് കെട്ടുപിടിച്ച് ഉമ്മ വെച്ച്. നീ എം ഡിന്ന് സ്റ്റാഫ് ഒന്നുമില്ലല്ലോ, എല്ലാരും വേറെ ലെവലല്ലേ. എല്ലാരും എന്ത് എന്ത് ഊറ ഊറ ഞാൻ ഊറ. ഡാ, നീ ഇന്ന് പാർട്ടിയിൽ ബിയർ കുടിച്ചായിരുന്നോ? ബിയർ ഞാൻ എന്തിനു കുടിക്കണം? ഓ, ഞാൻ ബിയർ അടിച്ചിട്ട് വന്നിരിക്കണതാണ് നിങ്ങളുടെ വിചാരം. ഞാൻ എന്തിനു ബിയർ അടിക്കണം? ഞാൻ അമ്മ എടുത്ത് പറഞ്ഞല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കോ അമ്മ? ഒന്ന് പോയാച്ചോ പിന്നെ ഊതാ പിന്നെ ഊറ. അടിച്ചിട്ടില്ല. ഇടേ ഇവിടെ എന്തായിരുന്നു? നീ ഇവിടെ വെള്ളമടിച്ച് ഫിറ്റായിട്ട് വന്ന് വാൾ വെക്കുന്നത് കൊണ്ട് തൈരെടുത്ത് പോയി പാലും എന്നൊക്കെ പറഞ്ഞ് ആകെ പ്രശ്നമായി. ഞാൻ പറഞ്ഞിട്ട് ഇതുള്ള അടങ്ങുന്നുണ്ടോ? അതുമില്ല. നീ അവിടെ പോയി മദ്യവെക്കുമെന്ന് പറഞ്ഞു. ഇവിടെ വന്നിട്ട് കുറിച്ച് എന്നെ ഇടിക്കുമെന്നല്ല പറഞ്ഞു. എന്നെ ചെറുക്കാനൊന്നും ചെയ്തില്ല അവൻ. എന്റെ അച്ഛാ സമ്മതിക്കണോട്ടാ. അമ്മ അച്ഛാ, ഞാൻ അമ്മയടുത്ത് ചോദിച്ചു, ഞാൻ ബിയറിന് അടിച്ചോടുന്നുള്ള കാര്യം ചോദിച്ചു. അമ്മ ഒന്നും വിലക്കിയില്ല. അമ്മ എൻ്റെ അടുത്ത് എന്താ പറഞ്ഞ, മോൻ ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ചെയ്തോന്ന്. എനിക്ക് എന്തോന്ന് ലഹരി? എൻ്റെ ഈ ലഹരി എന്ന് പറഞ്ഞ ഈ കുടുംബം തന്നെയാണ്. ഡേ, കുടുംബത്തിനപ്പോ വേറെന്ത് ലഹരി ഉണ്ടാ? പിന്നെ അല്ല മക്കളെ സത്യം പറയല്ലേ, നീ എൻ്റെ അച്ഛനെ ജനിക്കേണ്ടായിരുന്നടാ. എങ്കിൽ നീ എന്നെ ഉപദേശം നന്നായിക്കാണ്. അവിടെ അവിടെ നിന്റെ മാനേജർ പാർട്ടിക്കൊക്കെ നീ നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചില്ലേ? അതെ അതെ, നല്ല തന്നു വിട്ടാ. പൈസ തന്നൊന്നും അല്ല, എന്തെങ്കിലും അച്ഛനല്ല തന്നു വിട്ടാ. അച്ഛനെല്ലാം തന്നു വിട്ടാ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇല്ലെന്ന് ഇല്ല, പിന്നെ വേറെ പണിയില്ല. അമ്മേനെ ബാക്കി വെക്കുമല്ലോ ഇവിടെ കുപ്പിയായിട്ട് വന്നു കഴിഞ്ഞാ. ഞാൻ കുപ്പിയിലാരും ചോദിച്ചില്ലല്ലേ. അച്ഛാ, അത് തന്നെ ഉദ്ദേശിച്ചത് ഉരുളല്ല അമ്മ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ പൈസ തന്നില്ല. ഇവിടെ കുറെ കിടന്ന് ഉരുണ്ടതാണ്. ഇവിടത്തെ ഉരുളിച്ച കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേക്ക് തിരിഞ്ഞേക്കണത്. അച്ഛൻ തന്നെ എല്ലാം അറിയാണോ? നീ അടിച്ച് പിറ്റായിട്ടൊക്കെ വരുമെന്ന് പറഞ്ഞാൽ എന്ത് വ്യാനിച്ചെന്നറിയാണോ അവിടെ ഇരുന്നത്? എന്റെ അടുത്താണോ നീ കാണിക്കണത്? അപ്പൊ അച്ഛനാണ് വേദനിച്ചിരുന്നത്. ഇതിന്റെ അമ്മയാ. എനിക്ക് എന്റെ മക്കളെ നല്ല വിശ്വാസമാണ്. ഞാൻ ഇനി വന്നാൽ ശരിയാവില്ല. ശരി, എവിടെയും പോയി അടിച്ചിട്ട് വരാം.